അതായത് ഞാൻ ഈ പള്ളി ഇടവക അംഗം കൂടിയാണ്. എൻ്റെ കൂടെയുള്ള വൈദികർ 4ഓളം വൈദികരും ഇടവക അംഗങ്ങളാണ്. എൻ്റെ ഒരു ബന്ധു കൂടിയാണ് 16 വയസ്സുള്ള ബേസിൽ മരണപ്പെട്ടത്. ആകസ്മികമായി വാഹനാപകടത്തിൽ മരണപ്പെട്ട ആ കുഞ്ഞിന്റെ മൃതശരീരം സംസ്കരിക്കുവാനായി ആയിരക്കണക്കിന് വിശ്വാസികൾ, നാനാജാതി മതസ്ഥരടങ്ങുന്ന വലിയൊരു ജനക്കൂട്ടം പുറത്തുവെച്ചുള്ള ശുശ്രൂഷകളെല്ലാം പൂർത്തീകരിച്ച് പെട്ടി അടച്ച് ഈ വിലാപയാത്രയെ അനുധാവനം ചെയ്ത് പള്ളിയുടെ ഗേറ്റിന്റെ മുമ്പിൽ വന്നപ്പോൾ ഗ്രേഡ് SI ASI ഉൾപ്പെടെയുള്ള 3 പോലീസുകാർ ഗേറ്റിന് മുമ്പിൽ നിന്നു. അവർ അവിടെ വെച്ച് ഈ അനുയാത്ര ചെയ്ത, മൃതശരീരത്തോടൊപ്പം അനുയാത്ര ചെയ്ത ബന്ധുവും ഇടവകാംഗങ്ങളുമായ വൈദികരെന്ന നിലയിൽ ഞങ്ങളെ തടയുകയും കഴുത്തിന് പിടിച്ച് പിൻപോട്ട് തള്ളുകയും ചെയ്തൊരു സാഹചര്യം ഉണ്ടായി. ആ സന്ദർഭത്തിൽ ഞങ്ങൾ പറയുന്നുണ്ട്, ഒരു 16 വയസ്സുള്ള കുഞ്ഞിന്റെ മൃതശരീരമാണ് ഇത്. ഞാൻ മാമോദീസ മുഖ്യ കുഞ്ഞാണ്, ശുശ്രൂഷയ്ക്ക് മദ്ബഹായിൽ പ്രവേശിപ്പിച്ച കുഞ്ഞാണ്, എന്റെ ബന്ധുവാണ്. എന്നോടൊപ്പം കഴിഞ്ഞ രാത്രിയും അപകടത്തിന്റെ തലേ സന്ധ്യയിലും പ്രാർത്ഥനയിൽ പങ്കെടുത്ത കുഞ്ഞാണ്. അതിനോടൊപ്പം അനുധാവനം ചെയ്യാൻ എന്നെ തടസ്സപ്പെടുത്തുന്ന കോടതി വിധികളൊന്നുമില്ല. ഇടവകാംഗങ്ങളെ പുറത്താക്കാനോ തടയാനോ കോടതി വിധിയിലില്ല. ഈ മൃതശരീരത്തോടൊപ്പം വൈദികർ എന്നതിൽ ഇടവകാംഗങ്ങൾ എന്നതിൽ അനുയാത്ര ചെയ്യുന്നതിന് ജില്ലാ കളക്ടറുടെ നിരോധന ഉത്തരവുകളില്ല. ആരുടെയും പരാതികളില്ല. ഇവിടെ ഒരു ക്രമസമാധാന പ്രശ്നമില്ല. ഇവിടെ ഒരു ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ അവിടെ ഇല്ല. ഓർത്തഡോക്സ് വിഭാഗത്തിലെ ആരും അവിടെ തടയാനായിട്ട് വന്നിട്ടില്ല. ഇനി അവര് ഈ 3 പോലീസുകാർക്ക് എന്തെങ്കിലും ഉപദേശമോ മറ്റെന്തെങ്കിലും കൊടുത്ത് തടയിച്ചോ എന്ന് നമുക്കറിയില്ല, നമ്മുടെ അറിവിൽപ്പെടാത്ത കാര്യമാണ്. പക്ഷെ ഈ 3 പോലീസുകാർ ഞങ്ങളെ തടയാനുള്ള കാരണം എന്താണ്? അവർക്ക് ആരാണ് ഈ തടയാനുള്ള ഉത്തരവ് കൊടുത്തത്? അവരുടെ എന്ത് കോടതി വിധിയാണ് ഉള്ളത്? ഇത് ഞങ്ങളെ സംബന്ധിച്ചോളം ആശങ്കപ്പെടുത്തുന്ന ഒരു സന്ദർഭമാണ്. കാരണം ഒരു ഇടവകാംഗം എന്ന നിലയിൽ ഞാൻ നാളെ മരണപ്പെട്ടാൽ എന്നെ അടക്കം ചെയ്യേണ്ടുന്ന സ്ഥലമാണിത്. അവിടെ എനിക്ക് പ്രവേശനമില്ലെന്ന് പറഞ്ഞാൽ ഈ ജനാധിപത്യ രാജ്യത്ത്, ഭരണഘടന ഉറപ്പ് നൽകുന്ന മൗലിക അവകാശങ്ങളുള്ള ഈ രാജ്യത്ത് എനിക്ക് എന്താണ് ഉറപ്പ്? ഒരു മാന്യമായ ശവസംസ്കാരത്തിന് പോലും ഞങ്ങൾക്ക് അർഹതയില്ലെങ്കിൽ ഈ രാജ്യത്ത് ഞങ്ങൾ ജീവിക്കുന്നത്? ഈ പോലീസ് ഉദ്യോഗസ്ഥർ എന്തിനു വേണ്ടി തടഞ്ഞു? ആർക്കു വേണ്ടി തടഞ്ഞു? എന്നിട്ട് ഈ പ്രശ്നങ്ങൾ സംഘർഷഭരിതമാക്കുവാൻ അവർ കുൽസിത ശ്രമം നടത്തി. സ്ത്രീകളും കുഞ്ഞുങ്ങളും ഉള്ളവരെ ക്രൂരമായി മർദ്ദിച്ചിട്ട് അവര് പോലീസ് ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ആയിട്ട് ഞങ്ങളെ പ്രതികളാക്കി ഇപ്പൊ കേസും എടുത്തിരിക്കുകയാണ്. ഇതെന്തൊരു നീതിയാണ്? ഇതെന്തൊരു മനുഷ്യത്വമാണ്? ഇത് ധാർമ്മികതയാണ്? ഇത് പൊതുസമൂഹം മുഴുവൻ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണിത്. ശരി, ഈ വിഷയത്തിൽ എനിക്ക് തോന്നുന്നു മുമ്പോട്ട് ഇനിയും ആ കുട്ടികളെയൊക്കെ ആക്രമിച്ചു എന്നാണ്, പോലീസ് ആക്രമിച്ചു എന്നുള്ളൊരു പരാതി അക്ബായ സഭയുടെ ഭാഗത്തു നിന്നുണ്ട്. ഇതിലെന്ത് നടപടിയാണ് മുമ്പോട്ട് സ്വീകരിക്കുക? കുട്ടികളെ ആക്രമിച്ചു എന്നുള്ള പരാതിയല്ല. ഒരു പെൺകുട്ടിയുടെ നെഞ്ചത്ത് പോലീസ് കൈമുട്ടുകൊണ്ട് ഇടിച്ചത് രക്തം ഛർദ്ദിച്ച് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. ഏതാണ്ട് 10ഓളം പേർക്ക്, കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ 10ഓളം പേർക്ക് ദേഹത്ത് വിവിധ സ്ഥലങ്ങളിൽ അടിയേറ്റ പാടുകളും ദേഹോപദ്രവമേറ്റിട്ടുണ്ട്. കർശനമായ നിയമ നടപടികളുമായി മുൻപോട്ട് പോകും. പോലീസ് ഉൾപ്പെടെയുള്ള ഉന്നത അധികാരികൾക്ക് ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട്. പരിശുദ്ധ സഭ ഇക്കാര്യം വളരെ ശ്രദ്ധയോടെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്.